ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷൻ നടപ്പിലാക്കിയ പ്ലാസ്റ്റിക് മദ്യക്കുപ്പി തിരിച്ചെടുക്കൽ പദ്ധതി വലിയ വിജയം നേടി. തികച്ചും പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിലെ 20 ഔട്ട്ലെറ്റുകളിൽ നടപ്പാക്കിയ ഈ പദ്ധതിയുടെ 3 മാസത്തിനിടയിൽ 33.17 ലക്ഷം കാലി പ്ലാസ്റ്റിക് കുപ്പികളാണ് തിരിച്ചെത്തിയത്. സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് മാലിന്യ നിയന്ത്രണം ലക്ഷ്യമിട്ട് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ നടപ്പിലാക്കിയ കാലി മദ്യക്കുപ്പി തിരിച്ചുപിടിക്കൽ പദ്ധതി വൻ വിജയമായി. പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ 33.17 ലക്ഷം കാലി പ്ലാസ്റ്റിക് കുപ്പികൾ ഉപഭോക്താക്കളിൽ നിന്ന് തിരികെ ലഭിച്ചതായി ബെവ്കോ അറിയിച്ചു. തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിലെ 20 ബെവ്കോ ഔട്ട്ലെറ്റുകളിലായിരുന്നു 3 മാസത്തോളം പദ്ധതി നടപ്പിലാക്കിയത്. തിരിച്ചെത്തിയ കുപ്പികൾക്ക് ഏകദേശം 80 ടൺ തൂക്കം വരും. ഇവയെല്ലാം പുനരുപയോഗത്തിനായി ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറി. പദ്ധതിയുടെ ഭാഗമായി വിൽക്കുമ്പോൾ ബെവ്കോ ജീവനക്കാർ കുപ്പിയിൽ പ്രത്യേക QR കോഡ് പതിക്കുകയും 20 രൂപ അധികം ഈടാക്കുകയും ചെയ്യും. കാലിയായ കുപ്പി അതേ ഔട്ട്ലെറ്റിൽ തിരിച്ചു നൽകുമ്പോൾ 20 രൂപ മടക്കി ലഭിക്കും. ഇതുവരെ ഏകദേശം 6.63 കോടി രൂപ ഡെപ്പോസിറ്റായി ഉപഭോക്താക്കൾക്ക് തിരികെ നൽകിയതായും റിപ്പോർട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കുപ്പികൾ തിരിച്ചെത്തിയത് തിരുവനന്തപുരത്തെ മുക്കോല ഔട്ട്ലെറ്റിലും കണ്ണൂരിലെ പയ്യന്നൂർ ഔട്ട്ലെറ്റിലുമാണ്. പദ്ധതി പരിസ്ഥിതി സംരക്ഷണത്തിന് വലിയ സഹായമായതായി വിലയിരുത്തുന്ന ബെവ്കോ മറ്റ് ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാൻ ശുപാർശ നൽകുമെന്ന് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2026 മുതൽ ഇന്ത്യയിലെ ദേശീയപാതകളിൽ ടോൾ പ്ലാസകളിൽ കാത്തു നിൽക്കാതെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി. പുതിയ സാറ്റലൈറ്റ് അധിഷ്ഠിത ടോൾ ഫീ സംവിധാനത്തിൽ നമ്പർ പ്ലേറ്റുകളും ഫാസ്ടാഗ് സ്റ്റിക്കറുകളും തിരിച്ചറിയുന്ന AI ക്യാമറകൾ ഉപയോഗിക്കപ്പെടും. അതേസമയം അമിത വേഗത്തിൽ പോകുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. 2026 ഇന്ത്യയിലെ ദേശീയപാത യാത്രകൾ വിപ്ലവകരമായി മാറുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. വാഹനങ്ങൾ ടോൾ പ്ലാസകളിൽ നിർത്താതെ 80 കിലോമീറ്റർ വേഗത്തിൽ കടന്നുപോകാൻ കഴിയുന്ന സാറ്റലൈറ്റ് അധിഷ്ഠിത ടോൾ ഫീ സംവിധാനം നടപ്പാക്കുമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി പാർലമെന്റിൽ അറിയിച്ചു. നമ്പർ പ്ലേറ്റുകളിൽ ഫാസ്ടാഗ് സ്റ്റിക്കറുകളും തിരിച്ചറിയുന്ന അതിവേഗ ക്യാമറകളും AI സാങ്കേതികവിദ്യയും അടിസ്ഥാനമാക്കിയുള്ള പുതിയ സംവിധാനത്തിൽ ടോൾ തുക വാഹനവുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിൽ നിന്ന് സ്വയമേ കുറയ്ക്കപ്പെടും. ടോൾ പിരിവിനൊപ്പം ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനും ഇത് ഉപയോഗിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ടോൾ പ്ലാസകളിൽ കാത്തുനിൽക്കേണ്ട സമയം ഇല്ലാതാക്കുന്നതിലൂടെ ഏകദേശം 1500 കോടി രൂപ ഇന്ധനലാഭം പ്രതീക്ഷിക്കപ്പെടുന്നു. ടോൾ പിരിവ് കൂടുതൽ കാര്യക്ഷമമാകുന്നതോടെ സർക്കാർ പ്രതിവർഷം 6000 കോടി രൂപ അധിക വരുമാനം നേടുമെന്നാണ് മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മധുരമേകാൻ കുടുംബശ്രീ യൂണിറ്റോടെ കേക്കുകൾ. ജില്ലാ CDS സ്ഥലങ്ങളിൽ കേക്ക് വിപണന മേളകൾ ആരംഭിച്ചു. കുടുംബശ്രീ സംരംഭകർ തയ്യാറാക്കുന്ന വിവിധതരം രുചികരമായ കേക്കുകളാണ് മേളകളിൽ ലഭ്യമാകുന്നത്. ക്രിസ്മസും പുതുവത്സരവും ആഘോഷിക്കാൻ ഒരുങ്ങുന്ന കുടുംബങ്ങൾക്ക് മധുരമേകി കുടുംബശ്രീയുടെ കേക്ക് വിപണന മേളകൾ സംസ്ഥാനത്തുടനീളം ആരംഭിച്ചു. മാർബിൾ, പ്ലം, ബ്ലാക്ക് ഫോറസ്റ്റ്, റെഡ് വെൽവെറ്റ്, കോക്കനട്ട് ചോക്ലേറ്റ്, കോഫി, ചീസ്, ഫ്രൂട്ട്സ്, ക്യാരറ്റ് തുടങ്ങിയ നിരവധി തരത്തിലുള്ള കേക്കുകളാണ് വിപണിയിലെത്തിച്ചിരിക്കുന്നത്. 250 രൂപ മുതൽ വിവിധ വിലകളിൽ കേക്കുകൾ ലഭ്യമാകും. കുടുംബശ്രീയുടെ കീഴിലുള്ള 850-ലേറെ യൂണിറ്റുകൾ കേക്ക് വിപണന മേളയുടെ ഭാഗമാണ്. ജില്ലാതലത്തിലും CDS തലത്തിലും മേളകൾ ആരംഭിച്ചിട്ടുണ്ട്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പ്രത്യേകം സംഘടിപ്പിക്കുന്ന മേളകൾക്ക് പുറമെ ഓൺലൈൻ വിപണനത്തിനും കുടുംബശ്രീ കൂടുതൽ ഊന്നൽ നൽകുന്നു. കുടുംബശ്രീയുടെ പോക്കറ്റ് മാർട്ട് ആപ്പ് വഴിയും കേക്കുകൾ ഓർഡർ ചെയ്യാം. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കും ആവശ്യാനുസരണം ഓർഡർ നൽകുന്നവർക്കും കേക്കുകൾ എത്തിച്ചു നൽകും. ഓരോ ജില്ലയിലെയും യൂണിറ്റുകളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി കേക്ക് ഡയറക്ടറിയും തയ്യാറാക്കിയിട്ടുണ്ട്. കുടുംബശ്രീ കേക്ക് വിപണന മേളകൾ ഈ മാസം 25 വരെ തുടരും. ആഘോഷങ്ങൾക്ക് ഗുണനിലവാരമുള്ള സുരക്ഷിതവും രുചികരവുമായ കേക്കുകൾ ലഭ്യമാക്കുകയാണ് കുടുംബശ്രീയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.